എടുത്തായിരുന്നു. പിൽസ് കഴിച്ചോണേ. എന്റെ ഫോൺ നമ്പർ എഴുതിയ പേപ്പർ ബാഗിൽ വെച്ചിട്ടുണ്ട്. വീടെത്തുമ്പോ ഒന്ന് വിളിച്ചാൽ സമാധാനമാവും. തനിച്ചു പോയാ വീടെത്തുമെന്ന് തോന്നുന്നില്ല. പോയിട്ട് വെറുതെ ഇല്ലെങ്കിൽ. അയ്യോ, അതിനെന്നാ പ്രയാസം? ആ ബാഗ് തന്നെ. പോകുന്ന വഴിക്ക് സംക്രാന്തിയിൽ ഇറങ്ങി ദാസന്റെ വീട്ടിലൊന്ന് കയറണം. എൻ്റെ കൂടെ ജയിലിൽ കിടന്ന ആളാ, നല്ലവനാ. അവൻ്റെ ഭാര്യ ഗർഭിണിയാ. കുറച്ച് പൈസയും 5-6 എഴുത്തും കൊടുക്കണം. അത്രേ താമസമുള്ളൂ. കൊല്ലം 5 ജയിലില്. ഇനിയിപ്പോ വീടെത്താൻ 1 ദിവസം കൂടി താമസിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനുമില്ല, നേടാനുമില്ല. അപ്പോ കൊലപാതകമായിരുന്നു. വേണ്ട, നന്നായിട്ട് ഉറങ്ങി. ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടായി അല്ലേ? നമുക്കിഷ്ടം തോന്നുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകൂടാ. അതൊരു സന്തോഷമാണ്. എന്തായിരുന്നു ജോലി? ജോലി മോഷണം, പിന്നെ അല്ലറ ചില്ലറ കൂലിത്തല്ല്. ആകാശത്തിലെ പറവകളെ പോലുള്ള ജീവിതം. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. ആരെങ്കിലും ശേഖരിച്ചു വെച്ചത് അടിച്ചു മാറ്റി ഹാപ്പിയായിട്ട് ജീവിക്കും. ജാതകത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്, മകൻ നക്ഷത്രം മേടൻ രാശി, മോഷ്ടിച്ചില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനായിട്ട് തിരുത്താൻ പോയില്ല. പക്ഷേ ഇപ്പം ജയിലിൽ പോയത് മോഷണക്കുറ്റത്തിനല്ല. ഞാൻ ചെറുവത്തൂർ എൻ്റെ നാട്ടിൽ രാത്രി ഒരു 12 മണിക്ക് എൻ്റെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് റെയിൽവേ ട്രാക്കിൽ കൂടെ വരികയായിരുന്നു. എന്റെ കർത്താവിശ്വമശിയെ, ഇത് പോളി ചേട്ടനല്ലേ? ചേട്ടന് എന്നാ പറ്റിയത്? ഇതെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? അടുത്ത ഞായറാഴ്ച മേരിക്കുട്ടിയുടെ കല്യാണമല്ലേ? അത് നടക്കില്ല. നടക്കല്ലേ? എന്നാ കാര്യം? അത് മേരിക്കുട്ടിക്ക് ഇടാനുള്ള പൊന്നിന്റെ കാര്യം ഏറ്റത് ആഞ്ഞിലിക്കൽ ജോസാ. കെട്ടി കഴിഞ്ഞ് കാശ് കൊടുക്കാന്ന് പറഞ്ഞ അവൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് അവൻ വാക്ക് മാറ്റി. കാശ് കൊടുത്താലേ പൊന്ന് തരൂന്ന്. ഞാൻ കൂട്ടിയെ കൂടില്ല. എന്റെ മുന്നിൽ വേറെ വഴിയില്ലേ സാകുട്ടി. സാകുട്ടി പോയിക്കോ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചത്തതുകൊണ്ട് മേരിക്കുട്ടിയുടെ കല്യാണം നടക്കുമോ? ഇല്ല. അതും പോരാഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ അവൾക്ക് കണ്ണീരും അപ്പന്റെ വക സമ്പാദ്യം ചാകാൻ നടക്കുന്നു. കട്ട മുതൽ കൊണ്ട് മോളെ കെട്ടിക്കാൻ തയ്യാറാണ് എങ്കിൽ സ്വർണം ഞാൻ കൊണ്ടുതരാം. ആരും അറിയത്തില്ല. പോളിയേട്ടൻ വാ, കല്യാണം നടക്കും. ഈ മേരിക്കുട്ടി തന്നെ ആശുപത്രി ചീറ്റിലെ മേരിക്കുട്ടി. സൈക്കിളും ചവിട്ടി ഒരുപാട് നാൾ അവളുടെ പുറകെ നടന്നിട്ടുണ്ട്. കുടുംബമഹിമയുടെ ഗുണം കൊണ്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്ന് വെച്ച് ആഗ്രഹം തീരത്തില്ലല്ലോ. ഒരു ദിവസം കള്ളു കുടിച്ച് 4 കാലേ നിൽക്കുമ്പോഴാണ് ദാണ്ട നിൽക്കുന്നു അവളുടെ അപ്പം പോളിയിട്ട മുമ്പിൽ. പേടിച്ച് നിർത്തി പറഞ്ഞു, മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടം, കെട്ടിച്ച് തരണം. പുള്ളിക്കാരൻ്റെ നല്ല ബുദ്ധിക്ക് തല തെറിക്കുമ്പോൾ ഒരാട്ടും 4 തെറി, അത്രേ പറഞ്ഞുള്ളൂ. അടിച്ചതൊക്കെ കത്തിപ്പോയി. അതോടെ ആ പൂതി ഞാനങ്ങ് വിട്ടു. ഒടേ തമ്പുരാൻ്റെ ഓരോ കോമഡി നോക്കണേ. കെട്ടാൻ ആഗ്രഹിച്ച പെണ്ണെ കെട്ടിച്ചു വിടാനുള്ള യോഗം ആ പുള്ളിക്കാരൻ എന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് അവളെ അന്തസ്സായിട്ട് കെട്ടിച്ചു വിടാൻ ഞാനങ്ങ് തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാത്രി പോയി ഒരു വീട്ടിൽ കയറി. ഞാനേ ഇങ്ങനൊന്നും ജീവിക്കേണ്ടവളല്ല. ഞാനും. നീ എന്റെ ചക്കരയല്ലടാ. എനിക്ക് ഒരു നാണം. ഒരു സുന്ദരിക്കോത അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. അവളവിടെ കിടന്ന് ഉറങ്ങട്ടേത്. ഉറക്കം കുറഞ്ഞ ഗ്ലാമർ പോകുന്നത്. അതായിരിക്കും പറയാത്തത്. രാവിലെ തിരുവനന്തപുരത്ത് പോണ്ടതാ. ഒരു കേസുണ്ടേ. ഇങ്ങനെ സമയം കളഞ്ഞാൽ നേരം വിളിക്കും.
ചുവടുകൾ അനവധിയുണ്ട്. കള്ളൻ കള്ളൻ വീണ്ടും മലകൂടി കാട്ടണ കള്ളൻ, കരുണി അളവടി നീക്കണ കള്ളൻ, നമ്മുടെ തസ്കരൻ അടിമുടി വമ്പൻ. ദയ്യാ കൂടാരം ഉണരാതെ ആരും അറിയാതെ വേരോടെ ഇരുടുന്നു ബിരുദൻ വീരൻ. പലവിധമാടണ കള്ളൻ, കടകമോതിരമറിയണ കള്ളൻ, അളവ് ചുവടുകൾ അനവധിയുണ്ട്. കള്ളൻ കള്ളൻ വീണ്ടും മലകൂടി കാട്ടണ കള്ളൻ, കരുണി അളവടി നീക്കണ കള്ളൻ, നമ്മുടെ തസ്കരൻ അടിമുടി വമ്പൻ. ദയ്യാ ആരും അറിയാതെ വേരോടെ ഇരുടുന്നു ബിരുദൻ വീരൻ. എത്ര പവനുണ്ടെന്ന് തൂക്കി നോക്കിയിട്ടില്ല. മേരിക്കുട്ടിയുടെ കഴുത്തിലിടാനുള്ളതും കല്യാണ ചെലവിനുള്ളതും ഇതിലുണ്ട്. എവിടുന്നാ എങ്ങനെയാണെന്നൊന്നും ഇപ്പം മേരിക്കുട്ടി അറിയണ്ട. അറിഞ്ഞ അവൾക്ക് സങ്കടമാവും. കാര്യം നടക്കട്ടെ. ശാങ്കുട്ടി ഒന്നും പറയണ്ട. ഓളിച്ചിട്ട് ചെന്നാട്ടെ. കാര്യം നടക്കട്ടെ. ചെല്ല്. തട്ടിക്കൊഴിക്കണ പറഞ്ഞ. ഓ, ഭയങ്കര ക്ഷീണം. ഇന്നലത്തെ നൈറ്റ് വർക്കിന്റെ. അപ്പൊ പിന്നെ സോഡ ഒഴിക്കണ്ട. ഒഴിക്കണ്ട. അച്ചായോ, പോകാനുള്ള വണ്ടി വന്നല്ലോ. ഓ, ഇനി കൊണ്ടുപോയിട്ട് എന്നെ എടുക്കാനാ? തൊണ്ടി പോലും ഇല്ല. തൊണ്ടി ഇല്ലല്ലേ? അപ്പൊ ഓക്കെ. തൊണ്ടി ഉണ്ടടാ. തൊണ്ടി ഉണ്ടോ? എവിടെ? ഇവിടെ. ഒയ്യോ, ഞാൻ ഒന്ന് മാറ്റി വെച്ച് വരാം. ചെല്ല് ചെല്ല്. നല്ലതൊക്കെ അടിയിൽ ഇട്ടോണ്ട് നടക്കണമെങ്കിൽ വേണം ഒരു യോഗം. എവിടെടാ സാംസൺ? ഇപ്പൊ വരും സാർ. പോയതാ. പോയതാണെന്നുള്ള സിമ്പിൾ കാണിച്ചാ എന്നടാ? ഇതെല്ലാം പറ്റി, ഇതെല്ലാം പറ്റി. വിട് സാറേ, വിട് സാറേ. എന്തുവാ സാറേ ഇത്? പറഞ്ഞു തരാടാ, വാപ്പാ. എങ്ങോട്ട്? എടാ കൊച്ചാപ്പി, എന്തുവായി സാറ് പറയുന്നേ? സാറിന് എന്തും പറയാലോ. എന്നാ പറ്റിയടാ? ഫിംഗർ ചിപ്സാ സാർ ഇപ്പൊ ഉണ്ടാക്കിയതാ. എന്തുവാ സാറേ ഇത്? മര്യാദയ്ക്ക് വന്ന് ജീപ്പിൽ കയറിയാൽ നിനക്ക് കൊള്ളാം. ഓ, ജീപ്പൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. വരട്ടാതെ സാറ് കാര്യം പറ. ഇന്നലെ രാത്രി നീ എവിടെയാ കയറിയത്? ഇന്നലെ രാത്രി എങ്ങും പോയിട്ടില്ല. എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യം. ഇവൻ മോട്ടിക്കാൻ പോകുന്ന ദിവസമൊക്കെ നിന്റെ ഭാര്യയുടെ ഇടയ്ക്കാണ് ഇവനെ കിടത്തുന്നത്. അവന്റെ മേക്കിട്ട് കയറണ്ട. സാറിന് ഇപ്പൊ എന്തുവാ വേണ്ടേ? ആ ASI സോമന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി നീ മോഷ്ടിച്ച 75 പവന്റെ സ്വർണം എവിടെ? ഏത് ASI? ഏത് സോമൻ? സാർ എന്തുവായി പറയുന്നേ? ആ ഉണ്ട വിഴുങ്ങിയോ? ആയിരിക്കും. അവന്റെ വീട്ടിൽ ഇത്രയും സ്വർണം? ഏയ് സാറേ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമന്റെ കൊന്നുള്ള ഏർപ്പാട് വേണ്ട. ഞാൻ എടുത്താണെങ്കിൽ ഞാൻ പറയും ഞാൻ എടുത്തു. ഈ കണ്ടവന്റെ കൊച്ചന്റെ തന്തയാകാൻ എന്നെ കിട്ടത്തില്ല. സാറ് പോ. എടാ സോളമാ, ഓ, ഒരു പൈൻ്റെടാ.